പിടിക്കാനേ പാടില്ല. അമ്മയോ അച്ഛനോ വഴക്കു പറഞ്ഞു. അതൊന്നുമല്ല പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എന്നാൽ നമ്മുടെ മാഷോട് പറയാം. ഇല്ല, ഇനി ആർക്കും തെളിയിക്കാൻ കഴിയില്ല. പറ, എന്താണ് കാര്യം? എന്റെ അച്ഛനും അമ്മയും അവർ വേദനിച്ച് ജീവിക്കുകയാണ്. മനു, നീ ഇതൊന്നും ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്റെ അച്ഛനും അമ്മയും വഴക്കിട്ട് മാറി താമസിക്കുന്ന കാര്യം പറയാൻ കഴിയുമോടാ? നീ അവരോടൊന്നും പറഞ്ഞില്ലേ? ഞാൻ എന്തു പറയാൻ? എന്റെ വാക്കുകൾക്ക് എന്തു വില? അവർക്കൊക്കെ അവരുടെ മാത്രം വാശിയും പിടിവാശിയുമാ. സുഖവും സന്തോഷവും മാത്രം. ഞാനും അതിലത്തെയും അവർക്കൊരധികം പറ്റാടാ. നീ അങ്ങനെയൊന്നും പറയാതെടാ. ജീവൻ, നിനക്കറിയോ? മാറ്റണം. ഞാൻ അച്ഛന്റെ കൂടെയും അനുജത്തി അമ്മയുടെ കൂടെയും. എന്റെ അമ്മ വിദേശത്തേക്ക് വരും. അടുത്ത മാസം വരും. അവർ സ്വതന്ത്രമാകുന്ന കോടതി വിധിയിൽ ഒപ്പിടാൻ. നിന്നെ അമ്മ വിളിക്കാറുണ്ടോ? ഇല്ലടാ. അമ്മയുടെ വിളിയോ സ്നേഹമോ തലോടലോ കിട്ടാറില്ല. നിനക്കറിയില്ല, നിങ്ങളൊക്കെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ യാത്ര പോകുമ്പോൾ സമാധാനിക്കടാ, എല്ലാം ശരിയാകും. ഞാൻ എത്ര കരഞ്ഞു കെട്ടിയെന്നറിയോ അവരോട് വേർപിരിയണ്ടാന്ന്. വാശിയാ അവർക്ക്. ഞങ്ങളെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. മനു, നമ്മുടെ ക്ലാസ്സിൽ തന്നെ എത്ര പേരാണെന്നറിയോ അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് കഴിയുന്നവർ? എത്ര സന്തോഷത്തിലായിരുന്നു എന്നറിയോ ഞങ്ങൾ കഴിഞ്ഞിരുന്നത്? ഒരു കട്ടിലിൽ അച്ഛന്റെയും അമ്മയുടെയും നടുക്ക് ഞാനും എന്റെ പെൺവാവയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയത്. എന്താടാ എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെയായത്? അതാ ഇപ്പൊ മാഷ് വരുന്നുണ്ട്. നിങ്ങളെന്താ രണ്ടുപേരും കൂടെ ഇവിടെ? മാഷേ, മനുവിനൊരു കാര്യം പറയാനുണ്ട്. വരൂ, നമുക്ക് ക്ലാസ്സിൽ ചെന്ന് പറയാം. നീ എന്താ പറയുന്നത്? എനിക്കത് പറ്റില്ല. കുടുംബജീവിതം കുട്ടിക്കളിയല്ല. തോന്നുമ്പോൾ കെട്ടാനും മടുക്കുമ്പോൾ ഉപേക്ഷിക്കാനും. ഇതെന്റെ ജീവിതമാണ്. എനിക്ക് എന്റെ ഇഷ്ടങ്ങളാണ് വലുത്. കല്യാണക്കാലത്തും നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? ഓ, തുടങ്ങി പഴംപുരാണം. അന്ന് അത് ശരിയാണെന്ന് തോന്നി, ഇന്ന് തെറ്റാണെന്നും. നിങ്ങളുടെ വാശികൾക്കും പിടിവാശികൾക്കും ഇടയിൽപ്പെട്ട് സടഞ്ഞറിയുന്ന രണ്ട് ജീവനുകളുണ്ട്. അതോർക്കണം. അവർക്കൊരു കുറവും വരാതെ ഞാൻ നോക്കും. നിന്റെ കുഞ്ഞുനാളിൽ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് നീ ഏങ്ങി ഏങ്ങി കരഞ്ഞത് എനിക്ക് മറക്കാൻ പറ്റില്ല. ഇത് പുതിയ കാലമാണ്. ഇന്നത്തെ തലമുറ എന്തിനോടും പെട്ടെന്ന് പൊരുത്തപ്പെടും. ബാല്യകൗമാരങ്ങളിലൂടെ കടന്നു വരുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും വൈകാരികത മറക്കുന്നു നിങ്ങൾ. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ മതിയോ? എനിക്ക് വേണ്ടിയും ജീവിക്കേണ്ടേ? അങ്ങനെ ചിന്തിക്കുന്ന നീയൊന്നും ഒരച്ഛനാകാൻ പാടില്ലായിരുന്നു. ഈ മുലകുടി മാറുന്നതിന് മുൻപേ എന്റെ അമ്മ പോയി. അന്നൊരു 30 വയസ്സ് മാത്രമുള്ള ഒരു യുവാവായിരുന്നു ഞാൻ ജീവിച്ചത്. വേണ്ട,
നാഴികയ്ക്ക് 40 വട്ടം ഞാനിത് കേൾക്കുന്നു. കണ്ടതുകൊണ്ടും കേട്ടതുകൊണ്ടും നീ പഠിക്കുന്നില്ല. അതാ ഞാൻ ആവർത്തിക്കുന്നത്. ഇവിടെ നിന്നാൽ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഇങ്ങനെ പോയാൽ നിനക്ക് മാത്രമല്ല, ചിത്തഭ്രമം ബാധിച്ച 2 കുഞ്ഞുങ്ങൾ ഇവിടെ അടച്ചിട്ട മുറിയിലോ കെട്ടിയിട്ട ചങ്ങലയിലോ വളരും. ഹരിനാവ് കൊണ്ടൊന്നും പറയാതിരിക്കേ. അസ്തമയത്തിന് നാളുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന എനിക്ക് വേണ്ടിയല്ല, കത്തിജ്വലിക്കുന്ന നിങ്ങൾക്കും വളർന്നു വരുന്ന 2 കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാ ഞാനിത് പറയുന്നത്. മോൻ വന്നാൽ ഭക്ഷണം കൊടുത്ത് എനിക്ക് പുറത്തു പോകണം. ഞാൻ അല്പം തിരക്കിലായി, സമയം കിട്ടിയില്ല. എല്ലാം ശരിയാവും. ഇവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് വിനമിക്കാണല്ലേ? ഒന്ന് നിൽക്കൂ, ഞാനിവന് കഴിക്കാൻ കൊടുക്കട്ടെ. കുടുംബബന്ധങ്ങളുടെ കൂട്ടുകെട്ട്, മക്കളെ വളർത്തൽ, എന്നേക്കാൾ വിദ്യാഭ്യാസവും ലോകപരിചയമുള്ള നിന്നോട് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരണോ? പക്ഷേ നാടുവിട്ട് കൂട്ടുകൂടി നടന്നപ്പോൾ എനിക്ക് പലതും നഷ്ടമായി. ഭാര്യയുമായുള്ള ചിന്തകൾക്കും ധാരണകൾക്കും അകലം വന്നു. പാടില്ലായിരുന്നു. നിങ്ങളുടെ ചോരയിൽ പിറന്ന 2 കുഞ്ഞുങ്ങളില്ലേ, അവർക്ക് അച്ഛനും അമ്മയും വേണ്ടേ? ഇവനാ കുഴപ്പക്കാരൻ, എല്ലാവരുടെയും താളത്ത് വന്ന് തുള്ളുന്നവൻ. മാഷേ, എനിക്കെന്റെ അച്ഛനും അമ്മയും അനുജത്തിയും വേണം. എല്ലാവരും ഒരുമിച്ച് കഴിയുന്ന ഒരു വീട് വേണം. ഇവരോടൊന്ന് പറ മാഷേ. മാഷേ, ഒരു കുടുംബം തകരുമ്പോൾ ജയിച്ചവരും തോറ്റവരും കരയും, കണ്ടു നിൽക്കുന്നവർ ചിരിക്കും. അതാണ് പുതിയ കാലം, അതാണ് പുതിയ ചിന്തകൾ. ഇവരെ കൂട്ടിയോജിപ്പിക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം മാഷേ. ശ്രമിക്കാം. ഇവിടെ ആരുമില്ലേ? പൊന്നപ്പ, പൊന്നപ്പ. അച്ഛനും അമ്മയും എവിടെ? പുറത്തു പോയേക്കുക. അച്ഛൻ അടക്കുക. കാര്യങ്ങൾ കഴിച്ചു പോവുകയാണല്ലോ മോനെ. എന്തു ചെയ്യാൻ അച്ഛാ, നമ്മൾ എത്രയാ പറയുക? ഇങ്ങനെ പോയാൽ 2 കുഞ്ഞുങ്ങൾ വഴിയാധാരമാകും. കാര്യമല്ലാത്ത കാര്യങ്ങളെ ഊതി വീർപ്പിച്ച് മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അച്ഛനോടും അമ്മയോടും കുറെ കൂടെ കരുതലോടെ പെരുമാറാൻ പറയണം. എല്ലാത്തിന്റെയും മൂല കാരണം അമ്മയാണ്. അത് ശരിയാ. ഇവിടുത്തെ ചേട്ടൻ ചേച്ചിയാ. എന്റെ സുബ്രൻ ചേട്ടാ, ഈ ഒരു നോട്ടവും മറിഞ്ഞേക്ക് മാറ്റി എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? അങ്ങനെ പോയാൽ ഈ കാര്യങ്ങൾ അറിയോ? പണി നാളെ എടുക്കാലോ. ഇന്ന് നടക്കുന്നത് നാളെ നടക്കുവോ? അപ്പൊ ഞാൻ പണിക്ക് പോയാൽ പറ്റുമോ? അതിന് സുബ്രൻ ചേട്ടൻ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടോ? ഈ അവിടെ കുഞ്ഞെ, ഈ നാട്ടിലെ എല്ലാവരും പണിയെടുത്തിട്ടാ ജീവിക്കുന്നേ. ആരെങ്കിലും ഒക്കെ പണിയെടുക്കപ്പെടാ. ഭാര്യയോ മക്കളോ? ഒന്ന് പോകാം, ഞങ്ങൾക്ക് ചെറിയ സംസാരിക്കണം. ഓ, ഞാനെന്തൊക്കെ പോണം. അല്ലെങ്കിലും നേരിട്ട് കാണുന്നതും കേൾക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല. ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരുന്ന് ചെവി ഓർക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് അയിനേശ പറയുക.
അതിന്റെ ഒരു സുഖം. അമ്മയില്ലേ, അമ്മ പറയുന്നത് മാത്രം കേട്ടാൽ മതി. എന്റെ കെട്ടിയ പോകാൻ പറ. കുട്ടികളൊക്കെ എങ്ങനെയെങ്കിലും വളരും. ഈ അമ്മ പറയുന്ന പോലെ പണം സമ്പാദിക്കേ. പെൺകുട്ടികൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. എന്നാലേ ഈ കെട്ടിയവന്മാരൊക്കെ ഒരു പാഠം പഠിക്കും. ആ മോളെ, അമ്മ പറയണ പോലെ ഒരു കുട്ടി നമ്മൾ നോക്കാം, വേറെ കുട്ടി അവൻ നോക്കട്ടെ. അല്ല പിന്നെ ആ മോളെ, അയ്യോ മോളെ, ആ കിഴവൻ ഇവിടെ വന്നിട്ടുണ്ട്. പൊന്നപ്പാ, എന്താ ഇങ്ങനെ? എന്നോടൊന്നും പറയണ്ട, സുമതിയോട് പറഞ്ഞാൽ മതി. അവളെ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇതാണ് ഈ വീട്, ഇത് കണ്ടല്ലേ ഞങ്ങൾ പഠിക്കുന്നത്. അത് ശരിയാ. കഴുതേടെ കുട്ടി കുതിരയാകുവോ? മത്തൻ കുത്തിയ കുമ്പളം മുളയ്ക്കുവോ? മുറക്കുണ്ടല്ലോ എല്ലാരും. അവളെ അവളെ കുറച്ചൊക്കെ പോയി. എല്ലാ പണിയും കഴിഞ്ഞു. തുടയ്ക്കല്, തൂക്കല്, നനയ്ക്കല്. ഓ, വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. സാറ് വരുന്നുണ്ടോ? സാറിന്റെ കാണണം. ഓ, സാറ് എത്ര നല്ല മനുഷ്യനാലേ. സാരമില്ല, സാറുണ്ടല്ലോ. പിന്നെ രാത്രി 10:30 ആവാം. അതിലും മാവുണ്ടാക്കോ? അത് സാറിന് ബുദ്ധിമുട്ടാവും. എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയുന്നതല്ല. അവൾക്ക് വലിയ വലിയ സാറുമാരുമായി വലിയ പിടിയാ. നിന്നതപ്പന് സകല കാര്യങ്ങളും നേടും. ലക്ഷങ്ങളുടെ തീരുമാനം നടത്തും. ഞാൻ ഒരു മൂലയിൽ ഇരുന്ന് കൊടുത്താ മതി. ഇതൊക്കെ ഒരു രോഗമാണെന്ന് അവള് പറയുന്നത്. ഈ പെണ്ണുങ്ങളുടെയൊക്കെ ഒരു ബുദ്ധിയേ. അതിലെന്താ തെറ്റ്? പൊന്നപ്പാ, ഞാൻ വന്നത് സുമതിക്കൂല. സുമതി പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛാ, പരിഹാസ്യനാവരുത്. അത് ശരിയാ. അച്ഛനെന്നതും അമ്മയെന്നതും വൈകാരികമാണ് മക്കൾക്ക്. അവർ കലഹിക്കുന്നത്, പേർവിരിഞ്ഞു കഴിയുന്നത് കുഞ്ഞു മനസ്സുകളുടെ താളം തകർക്കും. ഒന്നും മനസ്സിലായില്ല. എന്നാൽ അതും ശരിയാ, അതും ശരിയാ, ഇതും ശരിയാ. ഇതിന് ശരിക്കും ശരിയേതാ? ശരിക്കും ശരി ഈ അച്ഛനാണ്. പൊന്നപ്പാ, നമ്മൾ പേരക്കിടാങ്ങൾക്ക് തേനും പാലും ഒഴുക്കുമായിരിക്കും. വാശി പിടിച്ചാൽ അമ്പിളിമാവന് പിടിച്ചു കൊടുക്കാമെന്ന് പറയും. പക്ഷേ അച്ഛന്റെയും അമ്മയുടെയും സാമീപ്യവും കരുതലും തലോടലും കൊടുക്കാൻ നമ്മൾ എന്തു ചെയ്താലും കഴിയില്ലടോ. നമ്മൾ എന്താ വേണ്ടത്? 2 കുഞ്ഞുങ്ങൾ, 2 കുടുംബങ്ങൾ രക്ഷപ്പെടാൻ നാം ചെറു വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. മക്കളുടെ കുടുംബ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകുമ്പോൾ ഇട്ടറിഞ്ഞു പോരാനല്ല പറയേണ്ടത്, പരിഹരിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. സുമതിയോടും പറയണം. എടോ, തന്റെ മകൾക്കൊരു പ്രശ്നം വന്നപ്പോ താങ്ങാൻ നിങ്ങൾ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ മക്കൾ വേർപിരിഞ്ഞാൽ നമ്മുടെ പേരക്കിടാങ്ങളെ ചേർത്ത് പിടിക്കാൻ ആരുണ്ടോ?
ചിന്തിച്ചില്ല. മക്കളെ പ്രാപ്തരാക്കേണ്ടത് സഹനവും കരുണയും ചൊരിയാനാണ്. ഉപ്പേരി പിണക്കങ്ങളെ ഊതി വീർപ്പിച്ച് പവിത്രമായ കുടുംബ ബന്ധങ്ങളെ ഉപേക്ഷിക്കാനല്ല. ചേട്ടാ, ഞാൻ സുമതിയോടും മോളോടും തീർത്ത് പറയും, ഈ ബന്ധം തുടർന്ന് പോണമെന്ന്. അത് കലക്കി ചേട്ടാ. ചേട്ടൻ ഇപ്പോഴാ ചേട്ടനായത്. അല്ലടാ, ഞാൻ ഇപ്പഴാ ഒരു മനുഷ്യനായത്. ലാസ്റ്റ് സീൻ